എയ്ഡഡ് സ്കൂളുകളിൽ തസ്തിക നഷ്ടം സംഭവിച്ചവർക്ക് നിയമനം. ഭിന്നശേഷി തസ്തിക മാറ്റിവെച്ച മാനേജ്മെൻറ്റുകൾക്ക് മാത്രം ഈ നിയമനത്തിന് അധികാരം. സംസ്ഥാനത്തെ എയ്ഡഡ് സ്കൂളുകളിൽ താൽക്കാലിക അംഗീകാരത്തോടു കൂടി ഒരു അധ്യയന വർഷമെങ്കിലും ജോലി ചെയ്തവരിൽ തസ്തിക നഷ്ടം സംഭവിച്ചവർക്ക് അടുത്തു വരുന്ന സ്ഥിരം ഒഴിവിൽ മുൻകാല സർവീസ് അംഗീകരിച്ച് 51A ക്ലെയിം നിയമനം നൽകാൻ സർക്കാർ ഉത്തരവ്. എയ്ഡഡ് സ്കൂളുകളിൽ 1996 മുതലുള്ള ഭിന്നശേഷി സംവരണ തസ്തികകൾ നികത്തുന്നതുവരെ 2018 നവംബർ 18 ശേഷം മാനേജർമാർ നിയമിച്ചവർക്ക് സർക്കാർ താൽക്കാലിക അംഗീകാരമാണ് നൽകുന്നത്. ഇവരിൽ പിന്നീട് തസ്തിക നഷ്ടം സംഭവിച്ചവർക്ക് അനുകൂലമായാണ് പുതിയ ഉത്തരവ്. ഒരു അക്കാദമിക് വർഷമെങ്കിലും പൂർത്തിയാക്കിയ യോഗ്യത ഉള്ളവർക്ക് അടുത്തു വരുന്ന വ്യവസ്ഥാപിത ഒഴിവിൽ 51Aക്ക് സമാനമായിട്ടുള്ള അവകാശം നൽകി താൽക്കാലികമായിട്ട് വീണ്ടും നിയമനം നൽകണം. ഭിന്നശേഷി നിയമനത്തിനായിട്ട് വ്യവസ്ഥാപിതമായിട്ടുള്ള തസ്തികകൾ മാറ്റിവെച്ചിട്ടുള്ള മാനേജ്മെൻറ്റുകൾക്ക് മാത്രമാണ് ഇത്തരത്തിലുള്ള നിയമനം നൽകാൻ ആവുകയുള്ളൂ എന്ന് ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇത്തരം നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് നിലവിൽ നിരസിക്കപ്പെട്ടതും അപ്പീൽ പരിഗണനയിൽ ഉള്ളതുമായിട്ടുള്ള അപേക്ഷകളിൽ അടക്കം ഈ ഉത്തരവ് ബാധകമാക്കി നടപടിയെടുക്കുവാൻ വേണ്ടി വിദ്യാഭ്യാസ ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി സംവരണ തസ്തികയിൽ ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കാൻ മാനേജ്മെൻറ്റുകൾക്ക് ഉണ്ടായിരുന്ന അധികാരം അടുത്തിടെയാണ് പൂർണ്ണമായും സർക്കാർ ഏറ്റെടുത്തത്. അതിനായിട്ട് സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം സംസ്ഥാന ജില്ലാതല ഉദ്യോഗസ്ഥ സമിതികൾ രൂപീകരിച്ച് ഉത്തരവിറക്കുകയും ചെയ്തിരുന്നു. ഇനി എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് പട്ടികയിൽ നിന്നും റാങ്ക് പട്ടിക തയ്യാറാക്കി നിയമനത്തിന് ശുപാർശ ചെയ്യുക ജില്ലാതല സമിതിയായിരിക്കും. ഈ ഉദ്യോഗാർത്ഥികളെ നിയമിക്കേണ്ടത് മാനേജർമാരുടെ നിയമപരമായിട്ടുള്ള ബാധ്യതയാണെന്ന് ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട്.